കൂടുതൽ പറയാനുള്ളത്. എൻ്റെ സിസ്റ്ററിന് വാദം വന്നിട്ട് വർഷങ്ങളോളമായിട്ട് വേദന കൊണ്ട് എവിടെ പോയാലും ഇത് മാറണ്ടേന്ന് വിചാരിച്ച് നടക്കുന്ന സമയത്താണ് നമ്മള് കുറെ സ്ഥലത്ത് ഒക്കെ പോയി മറ്റേ ആയുർവേദ, അലോപ്പതി, തിരുമല്, ഹോമിയോ ഇതെല്ലാം കഴിച്ചിട്ടും ആൾക്ക് കഴിക്കുമ്പോൾ ചെറിയൊരു ആശ്വാസം അല്ലാതെ വേറെ ആൾക്കൊരു മാറുന്നില്ല ആൾക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജിൻസി മാഡം ഇതിനെ പരിചയപ്പെട്ടത്. ജിൻസി മാഡം അവളെന്റെ അനിയത്തിയുടെ വീട്ടിലായിരുന്നു. അവൾക്ക് വെക്കേഷൻ വന്ന് നീന്തതാണ് അവിടെ. അപ്പൊ ജിൻസി മാഡത്തിന്റെ വീടിന്റെ അടുത്തായിരുന്നു. അപ്പൊ അങ്ങനെ ജിൻസി മാഡം അവിടെ ഈ പ്രൊഡക്റ്റ് അവിടെ ജിൻസി മാഡം അവിടെ ചെന്നതാണ്, അവിടെ വർക്കിന് പോയതാണോ. അപ്പൊ ജിൻസി മാഡം അവിടെ കയറി ഇവിടെ കണ്ടു, ഇവരുടെ ഫോട്ടോ എടുത്തു, നടക്കണതും എല്ലാരും ഫോട്ടോ ഒക്കെ എടുത്ത്. അത് കഴിഞ്ഞിപ്പോ ജിൻസി മാഡം അനിയത്തോട് പറഞ്ഞു, ഈ പ്രൊഡക്റ്റ് കഴിച്ചാല് മാറും, വെള്ളം കുടിക്കണം, 3 മാസം മുതൽ 6 മാസം വരെ കഴിച്ചാൽ ഇത് മാറ്റം വരും എന്ന് പറഞ്ഞു. അങ്ങനെ അവള് കറക്റ്റായിട്ട് അത് കഴിച്ചു. ജിൻസി മാഡം കുറച്ച് പ്രൊഡക്റ്റുകൾ കോമ്പിനേഷൻ ചേർത്ത് അവർക്ക് കൊടുത്തു. അപ്പൊ പിന്നെ കഴിച്ചപ്പോ പറഞ്ഞു വേദന കുറച്ച് കൂടുമെന്ന് പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ പോലെ ആളൊരു 4-5 ദിവസം കഴിച്ചപ്പോഴേക്കും ആൾക്ക് നല്ല വേദന കൂടിയപ്പോ അവിടുത്തെ അനിയത്തിയുടെ ഹസ്ബൻഡ് പറഞ്ഞു, എന്തിട്ട് കൂടോണാവോ ഇവള് കൊച്ചിന് കൊണ്ടു കൊടുത്തേന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. അവള് കൊണ്ടു കൊടുത്തേന്നൊക്കെ പറഞ്ഞു. വേദന കൂടുന്ന അവൾക്ക് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവള് കാണിക്കണുണ്ടായിരുന്നപ്പോ ആൾക്ക് ഭയങ്കര വിഷമായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് ആളെ കൊണ്ടുവന്ന് ഇവിടെ 6 മാസമായിട്ട് ഇവിടെ നിന്ന് കറക്റ്റായിട്ട് പ്രൊഡക്റ്റുകൾ ജിൻസി മാഡം പറഞ്ഞതുപോലെ കറക്റ്റായിട്ട് പ്രൊഡക്റ്റ് കഴിച്ചു, വെള്ളം കുടിച്ചു, കോമ്പിനേഷൻ ചേർത്ത് എല്ലാ പ്രൊഡക്റ്റുകളും അത്യാവശ്യം നമ്മൾക്കിടെ നോവേദന ക്യാപ്സൂള്, നാട്യം, സംവിധാനം ഒക്കെ പറ്റി, പിന്നെ പ്രോട്ടീൻ പൗഡർ, ന്യൂട്രിലൈഫ്, 95 നമ്മുടെ അത്യാവശ്യം എല്ലാ പ്രൊഡക്റ്റുകളും അവള് കഴിച്ചു. ആൾക്ക് ഒരു 2 മാസമൊക്കെ കഴിച്ചപ്പോഴേക്കും ഭയങ്കര കൂടുതലായിരുന്നു ആൾക്ക്. 2 മാസമൊക്കെ കഴിച്ചപ്പോഴേക്കും ആൾക്ക് നല്ല വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി. അപ്പൊ ഈ ഇടയ്ക്ക് വേദന എടുക്കുമ്പോ നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. ആള് കാണിക്കണാണിപ്പോ പിടിച്ചെനിപ്പിക്കുക, ഭക്ഷണം എടുത്തു കൊടുക്കുക, ഭക്ഷണം വാരി കഴിക്കാൻ പാടില്ലാണ്ട് കൈ അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുള്ളൂ. ഭക്ഷണം വാരി കഴിക്കാൻ കൈ വളയില്ലായിരുന്നു. അപ്പോ നമ്മളുടെ ഈ പ്രൊഡക്റ്റുകൾ അങ്ങോട്ട് ചെന്നപ്പോൾ പിന്നെ കാല് വേദന നടന്നിരുന്ന ആളുടെ കാലിൽ ഒരു മുഴ പോലെ വന്നു വിരലിന്റെ അവിടെ. അപ്പോ ഈ പ്രൊഡക്റ്റുകൾ കാലിന്റെ മുഴയൊക്കെ 1 മാസം ആയപ്പോഴത്തേക്കും മുഴയൊക്കെ മാറി ആള് കുറച്ചും കൂടി മാറ്റങ്ങൾ വന്നു തുടങ്ങി. പിന്നെ അങ്ങനെ ആള് 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു. ആൾക്ക് നല്ല റിസൾട്ട് വന്നു. പിന്നെ ആള് ആദ്യത്തെക്കാളും നല്ല ആരോഗ്യമായി. ഇപ്പൊ ആള് പ്രൊഡക്റ്റ് അത്യാവശ്യമുള്ളത് മാത്രം കഴിച്ചുകൊണ്ടിരിക്കേണ്ട. ആൾക്ക് അവളുടെ വീട്ടിലാണ്, കൊടകരയാണ് വീട്. അപ്പൊ ആള് സുഖമായിട്ട് ഇരിക്കുന്നു. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു. പിന്നെ എന്റെ വീട്ടില് എനിക്ക് കിട്ടിയ റിസൾട്ട്, എന്റെ നടുവിന്റെ സെന്ററിൽ ഇങ്ങനെ ഒരു മഴ പോലെ ആയിരുന്നു. അതേ ഇത് തിരുമാൻ കൊണ്ടുപോയി ആയുർവേദ ഹോസ്പിറ്റലില് 10-40 ദിവസം കിടന്ന് കിഴിപിടിക്കല്, പിന്നെ മിക്സിയില് കുറെ നാള് പോയി മരുന്ന് കഴിച്ചു. അങ്ങനെ അത് മാറാണ്ടായിട്ട് അത് മാറിയിട്ട് പിന്നെ എന്റെ മൈഗ്രെയിന്റെ പ്രശ്നം, എനിക്ക് അതാണ് ഏറ്റവും വലിയ റിസൾട്ട് കൂടുതലായിട്ട് പറയാനുള്ളത്. ഈ മൈഗ്രെയിൻ എനിക്ക് വന്നു കഴിഞ്ഞോ എല്ലാവരോടും ദേഷ്യം, വെളിച്ചം കണ്ടുകൂടാ, ഛർദിക്കല്, ഒരു ഭക്ഷണത്തിന്റെ മണടിച്ചുകൂടാ. ശരിക്കും ഈ പ്രൊഡക്റ്റ് കിട്ടിയത് ജിൻസി മാഡത്തിനോട് 1000 നന്ദി പറയാമെന്നാണ് ഞാൻ സാറിന്റെ അടുത്തും. ഈ അടുത്ത സൈഡിൽ ചെസ്റ്റ് ഇൻഫെക്ഷൻ വന്നിട്ട് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു ഞാൻ ഭയങ്കരമായിട്ട് വണ്ണം വെച്ച് ഇത് മാറുന്നില്ല. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ചെസ്റ്റ് ഇൻഫെക്ഷന് ഞാൻ കഴിച്ചത് ആന്റി അലർജി, എന്നും ചുമ, 24 മണിക്കൂറും ചുമ, ഒന്നും ഉറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഉള്ള ചുമയാണ്. എന്നിട്ട് പിന്നെ ഞാൻ രാജസാറ് വന്നപ്പോ ചോദിച്ചു വേറെ എന്തൊക്കെ കോമ്പിനേഷൻ ചേർത്ത് കഴിച്ചു. അപ്പൊ ഞാൻ കഫ്നിലും ഈ ആന്റി അലർജിയും ബ്ലഡ് പ്യൂരിഫയറും ലിവാഗൈനൊക്കെ ഞാൻ കഴിക്കണ്ടായിരുന്നു. അപ്പൊ സാറ് പറഞ്ഞു ആയുശ്വാസം കൂട്ടി കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ അതെല്ലാം കൂടി കോമ്പിനേഷൻ ചേർത്ത് കഴിച്ച് എനിക്ക് ഇപ്പൊ ചുമ ഇല്ല. അടുത്തുള്ള മുരളി സാറ് എപ്പോഴും ചോദിക്കും എനിക്ക് എന്തിട്ട് ചുമയെന്നൊക്കെ ചോദിക്കും അടുത്തുള്ളവർ കേൾക്കുമ്പോര്. അപ്പൊ എനിക്ക് ഒരാളോടൊന്ന് സംസാരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് സംസാരിച്ച്
കഴിച്ച അപ്പം ചുമ വരും. അങ്ങനത്തെ അവസ്ഥകളൊക്കെ ആയിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ മാറ്റം വന്നു. പിന്നെ മൈഗ്രെയിൻ മാറിയതാണ് എനിക്ക് ഏറ്റവും വലിയ കൂടുതലായിട്ട് പിന്നെ ഇത് മൈഗ്രെയിൻ എനിക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 3 ദിവസത്തേക്ക് ഇങ്ങനെ കിടന്ന കിടപ്പ് തന്നെയാണ്. നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മളത് അതോടുകൂടി മരിച്ചു പോയാൽ എന്നുള്ള അവസ്ഥയിലായിരുന്നു എന്റെ അവസ്ഥകൾ. അപ്പൊ അതിൽ നിന്നൊക്കെ എനിക്ക് നല്ല മാറ്റം കിട്ടി. ചെസ്റ്റ് ഇൻഫെക്ഷന് ഞാൻ ഇത്രയും പ്രൊഡക്റ്റുകൾ എടുത്തു. കഫ്നീര്, ഐഷ്വാക്സ്, ആന്റി അലർജി, ബ്ലഡ് പ്യൂരിഫയർ, ലിവാലിൻ സിറപ്പ് ഇതൊക്കെ കഴിച്ചിട്ട് എനിക്ക് നല്ല മാറ്റം. ഇതൊക്കെ അങ്ങനെ ചുമയില്ല. പിന്നെ നടുവേദനയ്ക്ക് മറ്റേ നമ്മുടെ നാട്യം നടുവേദന ക്യാപ്സൂള്, ചാമ്പിത്തൈലം അതൊക്കെ ഡെയിലി ഉപയോഗിച്ച് അത് മാറി. മൈഗ്രെയിൻ ഞാൻ ചാമ്പിത്തൈലം തലയില് നെറുകയില് തേച്ച് പിടിപ്പിക്കും. പിന്നെ മസാജ് ചെയ്തുകൊണ്ടിരുന്നു. ഒരു 2-3 ആഴ്ച അടുപ്പിച്ച് ഇങ്ങനെ മസാജ് ചെയ്തപ്പോ എനിക്ക് നല്ല മാറ്റങ്ങൾ വന്നിരുന്നു. ഇപ്പൊ അങ്ങനെ തലവേദന അങ്ങനെ വന്നില്ല. പിന്നെ അത് ആ ഒരു റിസൾട്ട് കുറെ റിസൾട്ടുകൾ ഉണ്ട് സാറേ പറയാം. പിന്നെ ഹസ്ബൻഡിന് മുട്ടുവേദന, അലർജി പ്രശ്നം, ചോറിഞ്ഞ് അലർജി വന്നു കഴിയുമ്പോൾ മാന്തങ്ങൾക്ക് ഭയങ്കരമായിട്ട് തണർക്കും. അങ്ങനെ സ്കിന്നിന്റെ ഡോക്ടറുടെ അടുത്ത് പോയി അത് ഓയിന്റ്മെന്റും ഗുളികയൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ആ ചെറിയൊരു മാറ്റം വരും. അത് പിന്നെയും അത് നിർത്തി കഴിയുമ്പോൾ പിന്നെയും തുടങ്ങും. പിന്നെ ഇതിലുള്ള പ്രൊഡക്റ്റുകൾ കോമ്പിനേഷൻ ചേർത്ത് നമ്മുടെ ആന്റി അലർജി, കവചപ്രാശ്, ബ്ലഡ് പ്യൂരിഫയർ ഇതെല്ലാം കഴിച്ച് ആൾക്ക് അലർജിയുടെ പ്രശ്നത്തിന് മാറ്റം വന്നു. പിന്നെ മുട്ടുവേദന, മുട്ടിന് നീക്കാപ്പെട്ടുകൊണ്ടിരുന്ന ആളാണ്. അത് ഈ വേദന വരുമ്പോ ആള് നമ്മളോട് പറയാതെ ആള് മാറിപ്പോയി കിടക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ആള് മുട്ടുവേദനയ്ക്ക് നാട്യ നോവേദന ക്യാപ്സൂള്, പിന്നെ തൈലും ജെല്ലൊക്കെ മുടങ്ങാതെ മുട്ടിന് പരത്തിക്കൊണ്ടിരുന്നു. പിന്നെ അതിലുള്ള സ്പൈറുലിന ഗോൾഡ്, പ്രോട്ടീൻ പൗഡർ, ന്യൂട്രിലൈഫ്, കവചപ്രാശ് ഇതെല്ലാ പ്രോഡക്റ്റുകളും ആള് കഴിച്ചു. അപ്പൊ ആൾക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, മുട്ടുവേദനയൊന്നുമില്ല.